നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം, ഒട്ടും വൈകിക്കാതെ തന്നെ. അങ്ങനെ പെട്ടെന്ന് നിന്നെ എനിക്ക് മറന്നു കളയുവാൻ സാധിക്കുമോ? അത്രമേൽ നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സാന്നിധ്യത്തിനായി കൂടി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? താല്പര്യം എന്താണ്? ഈ ഊർജമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായി ഈ വായന കാണുവാനായി ശ്രമിക്കുക. കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനായി കാതോർത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജം തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുവാനും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നല്ല രീതിയിൽ തന്നെ സന്തോഷപൂർവ്വം ഒരു ദാമ്പത്യ ജീവിതം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം വാട്ടർ എലമെന്റ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വാട്ടർ സോഡിയക് സൈൻ, അതുപോലെ തന്നെ വായുവിൻ്റെയും സോഡിയക് സൈൻ ആണ് ലഭിച്ചിട്ടുള്ളത്. എയർ വാട്ടർ സൈൻ ആണ്. തീർച്ചയായിട്ടും ഇത് ശുദ്ധീകരിക്കുന്ന ഒരു ഊർജത്തെ സൂചിപ്പിക്കുന്ന എനർജിയാണ് വെള്ളം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വായു വളരെയധികം വേഗതയേറിയതിനെ സൂചിപ്പിക്കുന്ന ഊർജം കൂടിയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപാട് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഏത് സാഹചര്യത്തിലാണ് എന്നിങ്ങനെയുള്ള ചിന്തകളും അന്വേഷണങ്ങളുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണുന്നില്ല, എവിടേക്കോ ദൂരെയാണ്. ഈ പേഴ്സൺ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് ഈ പേഴ്സൺ അറിയുവാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് ഓൺലൈൻ വഴി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യമോ നേരിട്ട് കണ്ടിട്ടുള്ളായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടേ ഇല്ലായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നിങ്ങളിലേക്ക് പരിപൂർണതയിലേക്ക് വരുവാനും സന്തുഷ്ടകരമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദൂരത്തേക്ക് പോകേണ്ടി വന്നാലും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിക്ക് മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ പോലും സാധിക്കുകയില്ല. വളരെയധികം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നന്നായി അധ്വാനിക്കുകയും വളരെയധികം പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ. പക്ഷേ ഈ പേഴ്സന്റെ ആ ഒരു പ്രയത്നത്തിൽ പല കാര്യങ്ങളും പാളിപ്പോകുന്നുണ്ട്, അതായത് പരാജയമായി പോകുന്നുണ്ട്. അത് ഒരിക്കലും ഈ വ്യക്തിക്ക് താല്പര്യമില്ലാതെ ചെയ്യുന്നത് കൊണ്ടല്ല. കാരണം ഈ വ്യക്തിയുടെ മനസ്സ് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഈ വ്യക്തി മനസ്സുകൊണ്ട് അവശനായി പോകുന്നു എന്നുള്ളതാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നന്നായി ഉറങ്ങുവാനോ ഒന്നും തന്നെ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകാന്തത നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളെ പോലെ തന്നെ ഈ പേഴ്സണും നിങ്ങളുമായി കൂടിച്ചേരുവാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, കമിതാക്കളായിരിക്കാം. എന്തൊക്കെയാണെങ്കിൽ പോലും വളരെയധികം ലവേഴ്സിന്റെ ഊർജമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കണമെന്നും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് നേരിട്ട് അറിയുവാനും താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് തുറന്നു പറയുമ്പോൾ ഈ വ്യക്തിക്ക് കേൾക്കുവാനായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ പറയുവാനുള്ളത് അത് വളരെയധികം ക്ഷമയോടുകൂടി നിന്ന് കേൾക്കുവാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സ്നേഹിച്ചിരുന്നപ്പോൾ യാതൊരു തരത്തിലും ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള ശത്രുക്കൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്വന്തമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും അവിടെയും നിങ്ങൾ രണ്ടുപേരെയും രണ്ട് ദിക്കിലേക്ക് അയക്കുവാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ലവേഴ്സ് ആണെങ്കിൽ പോലും നേരിട്ട് കാണുവാനോ സമയം ചെലവഴിക്കുവാനോ സാധിക്കാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായി കഴിയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരു മാറ്റത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാര്യമല്ല, അന്നത്തെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ ഉപദേശിക്കുകയും പലതരത്തിലുള്ള വാർണിംഗ് സിഗ്നലുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തി പലതരത്തിലും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇല്ലാതെ ആയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എത്രയോ പ്രധാനപ്പെട്ടതായിരുന്നു, എത്രയോ വലുതായിരുന്നു എന്നുള്ള സത്യത്തിലേക്ക് ഈ പേഴ്സൺ വരുന്നത്. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളും നേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് സൗഹൃദത്തിന്റെ പേരിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും സന്തോഷത്തിന്റെ പേരിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷെ ഇപ്പോഴും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രണയബന്ധം മാത്രം തീരാത്ത ഒരു കഥയോടുകൂടി നെവർ എൻഡിങ് സ്റ്റോറിയായി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയുടെ അബദ്ധം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള തിരിച്ചറിവാണ് ഈ പേഴ്സണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ കണ്ണുനീര് പല രീതിയിലും പല സാഹചര്യങ്ങളിലും വീണിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് മനസ്സിലായിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തീകരിച്ച് തരുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല. സാധിക്കാത്തത് കൊണ്ടല്ല, ശ്രമിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം വളരെ ചെറുതായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ദേഷ്യം ഇപ്പോൾ ഈ വ്യക്തിയോടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യവും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സങ്കടവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു പലവരോട് പോലും ഈ വ്യക്തിക്ക് പരാതിപ്പെടുവാൻ സാധിക്കുന്നില്ല. കാരണം ഇതിൽ ഭൂരിഭാഗം തെറ്റുകുറ്റങ്ങൾ ഈ വ്യക്തിയുടേത് മാത്രമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ താഴ്മയോട് കൂടിയുള്ള ഊർജത്തോടു കൂടി പോയത് ഈ പേഴ്സൺ അല്ല, നിങ്ങൾ തന്നെയാണ്. ഈ പ്രണയബന്ധത്തിലായിരുന്നപ്പോൾ പല കാര്യങ്ങളും ക്ഷമിക്കുകയും പൊറുക്കുകയും സഹിക്കുകയും ഈ വ്യക്തി ചെയ്യുന്ന ഓരോ തെറ്റുകൾ ശരി, അടുത്ത പ്രാവശ്യം ഒരു ചാൻസും കൂടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അവസരവും കൂടി കൊടുക്കാം, ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ യാതൊരു കാരണവശാലും ഈ പേഴ്സൺ നന്നാവുകയോ അത് തിരിച്ചറിയുകയോ നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് നിങ്ങളോട് ചെയ്തിരുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഇപ്പോൾ ഈ വ്യക്തി ഇതാ സ്വന്തമായി തന്നെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഈ വ്യക്തി പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഓപ്പൺ അപ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഊർജമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് തീർത്തും ഒരു എർത്ത് സൈനെ സൂചിപ്പിക്കുന്നു. വലിയൊരു മാറ്റത്തിനായി ഈ പേഴ്സൺ തയ്യാറെടുക്കുകയാണ്. ഗോ ഡീപ്പർ എന്നാണ് മറ്റൊരു ഇത് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ആഴങ്ങളിലേക്ക് പോവുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ പ്രണയബന്ധത്തിന് പുതിയൊരു തുടക്കം കുറിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയോടാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണമെന്ന് ഈ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ പല പ്രശ്നങ്ങളും ഈ വ്യക്തി സ്വന്തമായി തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങളെയും ഈ വ്യക്തിക്ക് വളരെയധികം പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ പേഴ്സൺ തന്നെ സ്വന്തമായി എടുത്തത് കൊണ്ട് തന്നെ അതിനെ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് കിടക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തേർഡ് പാർട്ടി അവസ്ഥകൾ ഈ പ്രണയബന്ധത്തിനുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ വിളിച്ചു വരുത്തിയത് കൂടുതലും ഈ പേഴ്സൺ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അതൊരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ ആണ് അത് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തത് എന്നും കൂടിയുള്ള സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ തലയിലേക്ക് എടുത്ത് വെച്ചതുപോലെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും അടുക്കുവാൻ സാധിക്കുന്നില്ല. അതേസമയം തേർഡ് പാർട്ടിയെ വേണ്ടെന്ന് വെക്കാനും ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ല. ഒരുപക്ഷെ തേർഡ് പാർട്ടിയുമായി ഈ പേഴ്സൺ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ്സോ മറ്റു പല കാര്യങ്ങളോ ഉണ്ടായിരിക്കാം.
അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു കാര്യവും കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മാറ്റത്തിന് തയ്യാറാകുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു പങ്കാളിയെക്കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോൾ അവിടെ നിങ്ങളുടെ രൂപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൊരു നെഗറ്റീവ് എനർജി പോലെ തേർഡ് പാർട്ടി അവസ്ഥകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രണയബന്ധം ഇങ്ങനെ നിലനിൽക്കാതെ നിലച്ചു പോയത്. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഇനി പുനരുദ്ധാനം ചെയ്യുവാനും റീസ്റ്റാർട്ട് ചെയ്യുവാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിങ്ങിന്റെ ഊർജത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കി എടുക്കുവാനുള്ള പ്രത്യേക തരം കഴിവുകൾ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പ്രാക്ടിക്കലാക്കി എടുക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോ ആകാം നിങ്ങളുടെ ഈ പേഴ്സൺ. വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അനുകൂലമായി വരുമെന്ന് വിശ്വസിക്കാം. നമുക്ക് ഏതാനും ചില പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. അതെ, നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു മനോഹരമായ നിമിഷം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നു. നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നുണ്ട്. അതെ, നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും ഊർജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവസാനത്തെ ഊർജമായി കം ടുഗെദർ ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. പോസിറ്റീവായി തന്നെ നിങ്ങൾ ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.